സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണ്. ഞാൻ ഇന്നലെ ആ പാട്ട് എൻ്റെ സുഹൃത്ത് ACC സെക്രട്ടറി PC വിഷ്ണുനാഥ് പാടുന്നത് കേട്ടു. എത്ര രസമായിട്ട് വിഷ്ണു അത് പാടി. പക്ഷെ ആ രസം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു കാരണം, അത് നമ്മുടെ വീരമണി രാജു പാടിയ പ്രശസ്തമായ പാട്ടിൻ്റെ പാരഡിയാണ്. അപ്പം കേരളത്തിൽ ഒരു രാഷ്ട്രീയ ചലനം ഉണ്ടാക്കാൻ പാകത്തിന് വലിയ തോതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സംഗതി, ഒരു കലാരൂപം. പാരഡി ഒരു കലയാണോ? അതെ അല്ലേ, പാരഡിയും കലയാണ്. എനിക്ക് തോന്നുന്നത് പണ്ട് കമ്മ്യൂണിസ്റ്റ്, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന നാടകമുണ്ടല്ലോ, നാടകം കേരളത്തിലെ എല്ലാ ക്ഷേത്രപ്പറമ്പുകളിലും നടന്നു. അങ്ങനെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവരാൻ തോപ്പിൽ ഭാസയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ള നാടകം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ സാംബശിവൻ്റെ കഥാപ്രസംഗങ്ങൾ, സാംബശിവൻ എല്ലാ അമ്പലപ്പറമ്പുകളിലും വന്നിട്ട് ഇങ്ങനെ കഥാപ്രസംഗം ഇങ്ങനെ നടത്തി ഭയങ്കര ജനങ്ങളെ ത്രസിപ്പിക്കും. ബിമൽ മിത്രയുടെയൊക്കെ വിലയ്ക്ക് വാങ്ങാം എന്നൊക്കെ പറയുന്ന 20-ാം നൂറ്റാണ്ട് തുടങ്ങിയ കഥകളൊക്കെ പറഞ്ഞ് ജനങ്ങളെ കോരിത്തെരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വേറെ കാര്യമുണ്ട്, അമ്പലപ്പറമ്പുകളിൽ നാടകം നടത്തിയും അമ്പലപ്പറമ്പുകളിൽ കഥാപ്രസംഗം നടത്തിയും പതുക്കെ കേരളത്തിലെ ഹിന്ദു ക്ഷേത്രങ്ങളിലാണ് നാടകവും കഥാപ്രസംഗമൊക്കെ നടത്തി അവരുടെ മനസ്സിലേക്ക് നിരീശ്വരവാദത്തിൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെയും വിത്തുകളിട്ട് കൊടുത്ത് കേരളത്തിലെ ഹൈന്ദവ സംസ്കാരത്തെ തകർത്തതിൽ വലിയ പങ്ക് സാംബശിവനുണ്ട്, വലിയ പങ്കൊക്കെ PSCക്കുണ്ട്, നാടക സമിതികൾക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, അമ്പലക്കാരെല്ലാം നാടകക്കാരെ അടിച്ച് പുറത്താക്കി. നിരീശ്വരവാദം, വിപ്ലവം ഒക്കെയാണ് അമ്പലത്തിൽ പോയി ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ക്ഷേത്രങ്ങളിൽ വേണ്ടത് ഈ പറഞ്ഞതുപോലെ ക്ഷേത്രകലകളാണ്. ക്ഷേത്രകലകൾക്ക് പകരം ഇതെല്ലാം വന്നു. പിന്നെ വന്നിരിക്കുന്നത് ഇതാണ്, ഗാനമേള വന്നു. ഗാനമേള നടന്ന അടി ഉറപ്പാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ കേരളം വേറൊരു ട്രെൻഡിലേക്കാണ്. കേരളത്തിലെ ജൻസി ഇപ്പോൾ പാടുന്നത് ഭക്തി ഭജന അല്ലേ, അന്തഗോവിന്ദം ഭജൻസ് തുടങ്ങി, അല്ലെങ്കിൽ മാനസ ജപലഹരി പോലെയുള്ള വലിയ ഭജന സംഘങ്ങൾ അത് വന്നിട്ട് ജനങ്ങൾ അതിൽ മതിമറന്ന് ജനങ്ങൾ ആഹ്ലാദിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാലാവസ്ഥ തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും ഈ പറഞ്ഞ പോലെ പോറ്റിയെ കെറ്റിയെ അല്ലേ, സ്വർണ്ണം ചെമ്പായി മാറ്റിയേ എന്ന് പറയുന്ന ഈ കേരളത്തിൽ ഇത്രയും രാഷ്ട്രീയമായ ചാട്ടുളി പോലെ കേരളം ഭരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും കരുത്തുറ്റ നേതാവായ കാരണഭൂതൻ്റെ ചങ്കത്ത് കൊള്ളുന്ന വരികൾ സമീപകാലത്ത് കേട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇനിയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളം പാടാൻ പോകുന്ന, കേരളം ഈ പറഞ്ഞ പോലെ ചാട്ടുളി പോലെ പ്രയോഗിക്കാൻ പോകുന്ന ഗാനം ഈ പാട്ടായിരിക്കും. ഇത് വലിയൊരു അതിനകത്ത് വിപ്ലവം പറയുന്നില്ല, ഒന്നുമില്ല. വളരെ സിമ്പിളായ അതീവ ലളിതമായ വരികളിലൂടെ കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ വിശ്വാസം തന്നെയാണ്. അപ്പോൾ ഇവർ ചിലർ പറയുന്നുണ്ട്, ഇതിനെ കൗണ്ടർ ചെയ്യാൻ സഖാക്കൾ താഴെ വന്ന് പറയുന്നതെന്നറിയാം, അയ്യപ്പനെ ആക്ഷേപിക്കുന്ന പാട്ടാണ്. എന്തയ്യപ്പനെ ആക്ഷേപിച്ചു? അയ്യപ്പൻ്റെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയി. അത് 10 പ്രസംഗം, 1 മണിക്കൂർ പ്രസംഗത്തെക്കാളും മനുഷ്യൻ്റെ മനസ്സിൽ തറയ്ക്കും 5 മിനിറ്റിൽ താഴെയുള്ള ഈ പാട്ട്. അതിലൂടെ കേരളത്തിൽ CPM-നുണ്ടായ പരുക്ക് ചില്ലറയല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അർജുൻ പറഞ്ഞതുപോലെ ശബരിമലയിലേക്ക് വരുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ അവരുടെ വണ്ടിയിൽ ഈ പാട്ട് വെച്ചുകൊണ്ടാണ് വരുന്നത്. ഇപ്പോൾ എല്ലാ മലയാളിയുടെയും ചുണ്ടിൽ ഇവിടെയുണ്ട്. ഞാനൊരു വീഡിയോ ഉണ്ട്, ഈ CPM-ൻ്റെ വലിയൊരു പ്രകടനം തുടങ്ങാൻ വരികയാണ്. അവർ വന്നിട്ട് അവിടെ നിന്ന് ബ്ലോക്ക് ചെയ്ത് അവിടെ നിർത്തി ഒരു ശക്തി പ്രകടനം കാണാൻ നേരത്ത് BJPയുടെ ഒരു വണ്ടി വരുന്നു. BJPയുടെ വണ്ടിയിൽ നിന്ന് ഈ പാട്ട് വരുന്നു. സഖാക്കളെല്ലാം വണ്ടി വിട്ടു പോയി. എന്തു ചെയ്യും? ഇതിൻ്റെ മുന്നിൽ ഒന്നും പറയാനില്ല. രാജീവ് ചന്ദ്രശേഖരോ K. സുരേന്ദ്രനോ V. മുരളീധരനോ ഒന്നും പ്രസംഗിക്കണ്ട, ഈ പാട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ കേരളത്തിൽ UDFൻ്റെ വിജയത്തിന് വലിയ ഘടകം, ഒരു ഘടകമായി ഈ ഗാനം മാറിയിട്ടുണ്ട്. പിന്നെ തമാശ എന്ന് പറഞ്ഞാൽ ഓരോ മുന്നണിക്കും ഓരോ പാട്ടല്ലേ. ഇത് UDFും BJP ഈ പാട്ട് ഉപയോഗിച്ചു. BJPയുടെ വാഹനങ്ങളിലും ഈ പാട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിലരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന BJPയുടെ സോഷ്യൽ മീഡിയ ടീം ഉണ്ടാക്കിയ പാട്ടാണ്. ഞാൻ ഈ പാട്ടിനെ കുറിച്ച് ആദ്യം അന്വേഷിച്ചപ്പോൾ എന്നോട് ചിലരൊക്കെ പറഞ്ഞു BJPയുടെ സോഷ്യൽ മീഡിയ ടീം ഉണ്ടാക്കിയ പാട്ടാണെന്നാൽ പിന്നെ എനിക്ക് മനസ്സിലായി അല്ല. ഇന്നത്തെ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മാധ്യമങ്ങളിലൊക്കെ ഈ പാട്ടിനെ കുറിച്ച് വളരെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പാട്ട് കേട്ടത്, ഡൗൺലോഡ് ചെയ്ത്. ഇത് കേട്ടത് മൈക്കിലൂടെയല്ല, യൂട്യൂബിൽ കണ്ടത്. ലക്ഷക്കണക്കിന് 20 ലക്ഷം 25 ലക്ഷം ആളുകൾ യൂട്യൂബിൽ ഈ പാട്ട് കണ്ടു. 1,20,000-ഓളം ആളുകൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുക. ഇനി ചിലർക്ക് ചോദിക്കുന്നത് ഇത് റിംഗ് ടോൺ ആക്കാൻ പറ്റുമോ? അപ്പോൾ കേരളത്തിൽ മുഴുവൻ ആളുകൾ ഈ പാട്ട് റിംഗ് ടോൺ ആക്കി വെച്ചാൽ ഓരോ മണിയടിയും CPM എന്ന് പറയുന്ന കേരളത്തിലെ കിരാത ഫാസിസ്റ്റ് പാർട്ടിയുടെ, അവരാണല്ലോ ഫാസിസ്റ്റ് എന്ന് പറയുന്നത്, ഇത് മാർക്സിസ്റ്റ് പാർട്ടിയല്ല, ഫാസിസ്റ്റ് പാർട്ടിയാണ്. അവരുടെ അടിത്തറ ഇളക്കുന്ന വരികളാണ് ഈ പാട്ടിലുള്ളത്, അതിശക്തമായ വരികൾ. അപ്പം ഞാനിത് അന്വേഷിച്ച് പോയപ്പോഴത്തേക്കിപ്പം ഖത്തറിലുള്ള GP കുഞ്ഞബ്ദുള്ള ചാലപ്പുറം, അദ്ദേഹം
അദ്ദേഹമാണ് ഈ പാട്ടുകൾ എഴുതിയത്. സൃഷ്ടാവ് അദ്ദേഹമാണ്. അദ്ദേഹം എഴുതിയിട്ട് അദ്ദേഹം പറയുന്നത് ആദ്യമേ ഈ പാട്ടിനെ കുറിച്ച് പുള്ളി ഇങ്ങനെ പാട്ട് 100 പാട്ടുകൾ പുള്ളി എഴുതിയിട്ടുണ്ട്. ഇലക്ഷൻ കാലത്ത് ഇങ്ങനെ പാട്ടൊക്കെ എഴുതും. നമ്മുടെ കുഞ്ഞബ്ദുള്ള ചാലപ്പുറം ഈ പാട്ട് എഴുതി കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുടെ ആദ്യം പറഞ്ഞപ്പോൾ അത് അവർ വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. പിന്നീട് ഇതങ്ങ് റെക്കോർഡ് ചെയ്തിട്ട് ഈ പാടിയത് ഡാനിഷ് മുഹമ്മദ്, കൂട്ടിലങ്ങാടി സ്വദേശി, എല്ലാം മലപ്പുറത്തുകാരാണ്, കൂട്ടിലങ്ങാടി സ്വദേശിയായ ഡാനിഷ് മുഹമ്മദ് അത് പാടി. ഹനീഫ മുടിക്കോടും സുബൈർ പന്തല്ലൂറും നാട്സർ കൂട്ടിലങ്ങാടിയും കൂടെ ചേർന്നിട്ടാണ് അവരുടെ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഇവരുടെയൊക്കെ കൂട്ടായ ഒരു പ്രൊഡക്റ്റായിട്ടാണ് ഈ പാട്ട് വന്നത്. പക്ഷെ ആ പാട്ട് എനിക്ക് വളരെ കൗതുകരമായിട്ട് തോന്നിയത്, ഇത് ശരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ജാതി പറയില്ല കേട്ടോ, ഒരു ഹിന്ദുവിനുണ്ടായ ഒരു വികാരം, ഹിന്ദുക്കൾക്ക് ഉണ്ടായ ഒരു വികാരത്തെ ഏറ്റവും നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ 4-5 മുസ്ലിം സഹോദരങ്ങളുടെ ഇടപെടലൂടെ കഴിഞ്ഞു. അവർ ഈ പാട്ട് പാടുമ്പോൾ ഇത്രയൊന്നും ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് കരുതിയില്ല. വളരെ പെട്ടെന്ന് പാട്ട് പോപ്പുലറായി. കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ഈ പാട്ട് പ്രതിഫലിച്ചു. അപ്പോൾ അത് എന്തൊരു പോപ്പുലാരിറ്റിക്ക് കാരണം എന്താണ് നമ്മൾ ആലോചിക്കേണ്ടത്? വെറുതെ ഒരു കോമഡി പാട്ട്, പാരഡി പാട്ട് എന്ന് പറഞ്ഞ് തള്ളാതെ ജനം ഇതിനെ പാരഡിയായിട്ടല്ല സ്വീകരിച്ചത്. ഒരു പാരഡി അല്ലാതെ ഒരു പ്രധാനപ്പെട്ട സ്വാമിയെ അയ്യപ്പ എന്നുള്ള പാട്ടിന് ഈക്വൽ സ്റ്റാറ്റസ് നേടിയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ CPM എന്ന് പറയുന്ന അമ്പലക്കൊള്ളക്കാരുടെ പാർട്ടിക്കെതിരെയുള്ള ജനവികാരമാണ് ഈ പാട്ടിന് പോപ്പുലാരിറ്റി കൊടുത്തത്. അപ്പോൾ നമ്മളിതിനെക്കുറിച്ച് പറയാൻ, ഇപ്പോൾ കേരളത്തിൽ എന്തൊക്കെയാണ് അടിയൊഴുക്കുകൾ, വോട്ടുമറിക്കൽ, അല്ലെങ്കിൽ ന്യൂനപക്ഷ ഭൂരിപക്ഷ ധ്രുവീകരണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒന്നുമല്ല, അതൊക്കെ ഉണ്ടാവാം. പക്ഷെ അതിലൊക്കെ ഉപരി മലയാളിയെ വലിയ തോതിൽ CPM-നെതിരാക്കിയത് ഈ പാട്ടാണ്. ഇത് CPM-നെ സംബന്ധിച്ച് എക്കാലത്തും സാംസ്കാരിക രംഗത്ത് ഗാനങ്ങളിലൂടെയൊക്കെ വലിയ ഇടപെടലുകൾ നടത്തുന്നത് CPM-ആണ്. CPM ഇപ്പോൾ കുറച്ച് കാലമായിട്ട് CPM-ൻ്റെ സെറ്റ് ബാക്ക് ഇപ്പോൾ കേരളത്തിൽ നോക്കൂ. നമ്മൾ വലതുപക്ഷ രാഷ്ട്രീയം പറയുന്ന, ദേശീയത പറയുന്ന ഒരു ചാനലാണ്. വലതുപക്ഷ രാഷ്ട്രീയം പറയുന്ന അല്ലെങ്കിൽ ദേശീയത പറയുന്ന സോഷ്യൽ മീഡിയ ചാനലുകൾക്ക് വലിയ തോതിൽ സ്വീകാര്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളെപ്പോലെ ഉള്ള ആളുകൾക്ക് ഇത്തരം ചാനലുകൾ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നത്. കാരണം നമ്മൾ പറയുന്ന വസ്തുതയാണ്, പക്ഷേ അത് കാണാൻ ഇന്ന് ആളുണ്ട്. ഇപ്പോൾ പരസ്യമായി CPM-നെതിരെ ഒരു നിലപാടെടുക്കാൻ മടിയുള്ള ആളുകളും അവരുടെ സ്വകാര്യതയിൽ മൊബൈൽ തുറന്നു വെച്ച് CPM വിരുദ്ധ രാഷ്ട്രീയം പറയുന്ന, CPM-ൻ്റെ കൊള്ളരുതായ്മകൾ വിളിച്ചു പറയുന്ന ചാനലുകളെ കാണുന്നു, വീഡിയോകൾ കാണുന്നു. കാരണം അതിൻ്റെ പേരിൽ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കത്തില്ല. സഖാക്കൾ കാണുന്നുണ്ട്. നമ്മുടെ ചാനൽ കാണുന്ന എത്രയോ സഖാക്കന്മാരുണ്ട്. എനിക്കറിയാം, പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഉൾപ്പെടെ നമ്മുടെ ചാനൽ കാണുകയും എന്നോട് സംസാരിക്കുകയും ചെയ്യുന്ന CPM-ൻ്റെ ജില്ലാ സംസ്ഥാന നേതാക്കന്മാരെ എനിക്കറിയാം. നിങ്ങളാ പറഞ്ഞ കൊള്ളാം കേട്ടോ. എന്നോട് ഒരിക്കൽ ഒരു സംഭവം പറഞ്ഞപ്പോൾ എന്നോട് പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞത്, നിങ്ങൾ തെറ്റിപ്പോയി കേട്ടോ, ഇന്ന പാർട്ടി കോൺഗ്രസ് വിളിച്ച് ഇന്ന ആളല്ല മറ്റേ ആളാണത് ചെയ്തതെന്ന് എന്നെ പ്രധാനപ്പെട്ട ആൾ എന്നോട് പറഞ്ഞു. ഇതൊക്കെ അവർ കാണുന്നുണ്ട്, ആസ്വദിക്കുന്നത്. അവർക്കൊന്നും CPM ഒന്ന് വിട്ടുപോയാൽ കുഴപ്പമെന്നറിയോ? CPM എന്ന് പുറത്തു പോയാൽ അതുവരെ CPM-ൻ്റെ ഭാഗമായി ഇന്ന് വലിയ പ്രമാണിയായ നിന്ന ആളങ്ങ് അസ്തമിച്ചു പോകും. പിന്നെ ഇവന്മാർ വീട്ടിൽ കയറി കൈയും കാലും വിട്ടും. പിന്നെ ഈ CPM ആയിരിക്കുമ്പോൾ CPM-നോട് ആളുകളുടെ സ്നേഹം എന്നറിയോ? പണ്ടത്തെ പാർട്ടിക്കാരെ കുറിച്ച് പറയും, ഒരു പാർട്ടി സന്ദേശത്തിനുമേ പറയുന്നതെന്നറിയോ? നമ്മൾ തോക്കാനുള്ള കാരണം എന്താണ്? അത് മറ്റവരും ഇവരും തമ്മിലുള്ള അന്തർധാര എന്നൊക്കെ പറയുമ്പോൾ ഒരാൾ എണീറ്റ് പറയും, അതൊന്നുമല്ല. പണ്ടൊക്കെ ഒരു വീട്ടിൽ കല്യാണം വന്നാൽ, കൊച്ചിൻ്റെ നൂലുകെട്ട് വന്നാൽ, ശവദാഹം നടന്നാൽ നമ്മളവിടെ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് നേരെയില്ല. ഇപ്പം നമ്മളൊക്കെ കക്ഷത്തിൽ മറ്റേ കുരുവും വെച്ച്, കക്ഷത്തിൽ മറ്റേ സവോളയും വെച്ച് നടക്കുകയാണ്. ഇങ്ങനെയല്ലേ നടക്കുള്ളൂ സഹാക്കന്മാരോ? എങ്ങനെയാണ് ഈ അലക്കി തേച്ച ഉടുപ്പിനകത്ത് കയറുന്നതെന്ന് അറിയത്തില്ല. അതുപോലെ ഇരിക്കും. അടുത്തൂടെ പോയാൽ നമ്മുടെ കഴുത്ത് മുറിയും. സഹാക്കന്മാരുടെ ഉടുപ്പിൻ്റെ തേച്ച പാടുകൊണ്ടും മുറിഞ്ഞു പോകും. അതുപോലെയാണ് നാട്ടിലെ സഖാക്കന്മാർ വരെ നടക്കുന്നത്. അഹങ്കാരത്തിൻ്റെ ആൾരൂപമായി CPM മാറിയിരിക്കുന്നു. അവരെ എന്തും ചെയ്യും. ഇപ്പം നോക്കൂ, തെരഞ്ഞെടുപ്പ് തോറ്റപ്പോൾ പാനൂർ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും വടിവാളെ നമ്മൾ കാണാം. അതിനു മുമ്പ് ആദ്യം ബോംബെറിഞ്ഞ് സ്ഫോടനങ്ങൾ ഉണ്ടാക്കി ആളുകളെ ഓടിച്ചതിന് ശേഷം പിന്നീട് വടിവാളുമായിട്ട് കയറുകയാണ്. ചുമ്മാ ഒരു വീട്ടിൽ ഒരു മനുഷ്യൻ ഒരു പൈപ്പൊക്കെ ചുരുട്ടി അയാളെ അടിക്കുമ്പോൾ അയാളുടെ നേരെ വടിവാളിന് വെട്ടാൻ പോകും. എന്തൊരു പാർട്ടിയാണ്? ഒരു തെരഞ്ഞെടുപ്പ് തോറ്റതിന് ശേഷം ഗുണ്ടകളെ, അക്രമികളെ അഴിച്ചുവിട്ട് തോറ്റതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല. ഇനി 3 മാസത്തിനുള്ളിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഇവൻ്റെയൊക്കെ അടിത്തറ ഇളക്കി അസ്ഥിവാരം തോണ്ടി കുഴിച്ചു മൂടുന്ന തരത്തിലേക്ക് ജനം തീരുമാനമെടുക്കും. എന്നിട്ട് വേറൊരു കാലഹരണപ്പെട്ട നേതാവ്, പണ്ട് വെള്ളാപ്പള്ളി ഒരു പേര് പറഞ്ഞിരുന്നു, ഒരു ഉളുപ്പും ഇല്ലാതെ പറയുക, ആനുകൂല്യങ്ങൾ മേടിച്ച് നക്കി തിന്നിട്ട് പാർട്ടിക്കിട്ട് പണിതെന്ന്. എന്തൊരു തെമ്മാടിത്തരമാണ്! ഈ പാർട്ടിയെ ബാധിച്ചിരിക്കുന്ന ധാർഷ്ട്യം, അഹങ്കാരം, അതിന് ജനം കൊടുത്ത മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയമെന്ന് ഒരു സംശയമില്ല. പക്ഷേ ഇവരിനി പഠിക്കില്ല.
ഇവരിനിയും പഠിക്കില്ല, ഇവർ നന്നാവില്ല, ഇവർ നശിച്ച് പണ്ടാറടങ്ങി പോകുമ്പോൾ ഇവർക്ക് CPM കേരളത്തിലെ ജനങ്ങൾ ഹൃദയത്തോടെ ഏറ്റുവാങ്ങിയിരിക്കുന്ന ചരമഗീതമാണ് പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ട്. നമ്മൾ ഈ സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എന്ന് പാടുന്ന പോലെ CPM എന്ന് പറയുന്ന കേരളത്തെ ബാധിച്ചിരിക്കുന്ന ക്യാൻസറിനെ കുഴിച്ചു മൂടുന്ന അന്ത്യയാത്രയുടെ തുടക്കം കുറിക്കുന്ന ഗാനമായി നമ്മുടെ കുഞ്ഞബ്ദുള്ള ചാലപ്പുറത്തിൻ്റെ വരികൾ മാറിയിരുന്നു. കേരളത്തിൽ ഈ വരി മൂളാത്ത ആരുമില്ല. വയലാർ, ഞാൻ ആലോചിക്കുകയാണ്, ഒരുപക്ഷെ വയലാർ രാമവർമ്മ ഉണ്ടായിരുന്നെങ്കിൽ വയലാർ എഴുതുമായിരുന്നു ഇതുപോലെ. വയലാർ എഴുതുമോ ഇതുപോലെ എന്നല്ല ഞാൻ ചോദിക്കാൻ വന്നത്, വയലാറും എഴുതുമായിരുന്നു. പക്ഷേ ഇത് വളരെ എത്ര ഒരു ഗാനം ജനങ്ങളുടെ ഇടയിൽ ഇത്രയും ഹിറ്റാവുന്നുണ്ടെങ്കിൽ ആ ഗാനം സ്വീകരിക്കപ്പെടാനുള്ള കാരണം, കേരളത്തിൽ ഇവർ പറയുന്നത് ഞങ്ങൾ കേരളത്തിലെ 10 പേരിലെടുത്ത 6 പേരും ഞങ്ങളുടെ പാർട്ടിയാന്ന് പറയുന്നവരാണ്. ഈ 10 പേരിലെ 8 പേരും ഇപ്പോൾ ഇത് പാടിക്കൊണ്ട് നടക്കുവാടേ. ബാക്കി 2 പേർക്ക് മിണ്ടാൻ പറ്റാത്തതുകൊണ്ടാണ്. ചുമയും ജലദോഷം വന്ന് പറഞ്ഞാൽ ചുമ കാരണം പാടാത്ത, അല്ലെങ്കിൽ 10 പേരും പാടും ഈ പാട്ട്. ഏതായാലും നമുക്കൊരിക്കൽ കൂടെ ആ പാട്ട് പ്രേക്ഷകരെ കേൾപ്പിക്കാം. കേരളം ഇതുപോലെ സ്വീകരിച്ച ഒരു ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ടല്ല, വയലാർ രാമവർമ്മയുടെ പാട്ടല്ല, ഇത് നമ്മുടെ ആരാണ്, അത് GP കുഞ്ഞബ്ദുള്ള എഴുതി ഡാനിഷ് മുഹമ്മദ് പാടിയ, പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയടിക്കുന്ന ഈ പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടി ഒരിക്കൽ കൂടി നമുക്ക് കേൾപ്പിക്കാം. സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ, ദ്രോഹം മാറ്റിയതാരപ്പ.